കിറ്റി നിനക്ക് എന്ത് പറ്റി? കൂട്ടുകാരനല്ലാതെയായി. ബനി, സ്നേഹം എന്നത് ഒരു ത്യാഗമാണ്. നീയല്ലേ പറയാറ് സുഹൃത്ത് ബന്ധം മഹത്തരമാണെന്ന്? എന്നിട്ടിപ്പോ നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല ബനി. പക്ഷേ ഞാൻ എന്താണ് ചെയ്തത്? എന്റെ ഹൃദയം തകർത്തു. എന്റെ ഭാവനകളെ ചവിട്ടി അരച്ചു നീ. സുഹൃത്തിന് വേണ്ടി എത്രയോ പേർ ജീവൻ വരെ കൊടുക്കും. ആ, ഞാനത് കണ്ടിട്ടില്ല, എന്നാ കേട്ടിട്ടുണ്ട്. ബണ്ണി, നീ നിന്റെ ജീവൻ കൊടുത്തേക്ക്. അണ്ടത്ര പറയല്ലേ. അതേ മണ്ടി, ഞാനാണ്. ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടത്. പക്ഷെ നീ എന്നെ പറ്റിച്ചു. ഇനി നിമിഷം മുതൽ ഞാൻ ഒരു സുഹൃത്തിനെയും വിശ്വസിക്കില്ല ബണ്ണി. നീ കാരണം എല്ലായിടത്തും പ്രശ്നമാണ്. നീ എന്തിനാടാ കിറ്റിയെ പറ്റിച്ചത്? ഞാനോ? എടാ, നീ കാരണം കിറ്റിക്ക് സുഹൃബന്ധത്തിലുള്ള വിശ്വാസം പോയി. ഇനി ഒരിക്കലും ഓളെ ഞങ്ങളെയും വിശ്വസിക്കില്ല. നീ കിറ്റിയെ കരയിപ്പിച്ചു. സംശയമുണ്ടോ? നിനക്ക് രണ്ടെണ്ണം കിട്ടാത്തതിന്റെ കുറവുണ്ടടാ. ബണ്ണിയെ വിട്ടേക്കൂ. അവൻ എന്നെ മറക്കാം. അതിനുള്ള അവകാശം അവനുണ്ട്. എന്റെ വിഷയം വേറെയാണ്. ഞാൻ അവന്റെ നല്ല ഫ്രണ്ട് ആയിരുന്നു. വിട്ടുകളഞ്ഞു. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ തന്നെ വിട്ടുകളഞ്ഞു. എനിക്കറിയാം ഹണി, നീയാണ് എന്റെ സത്യസന്ധനായ ഫ്രണ്ട്. ഈ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ എന്താണ് പേരിടേണ്ടത്? ഞാൻ എപ്പോഴും നിന്നെ പോലുള്ള ഹാൻഡ്സം പവർഫുൾ ഫ്രണ്ടിനെയാണ് ആഗ്രഹിച്ചിരുന്നത്. താങ്ക് യു. ഒറ്റ ഡയലോഗിൽ എന്നെ ആരും ഇത്രത്തോളം പുകഴ്ത്തി പറഞ്ഞിട്ടില്ല. നിന്റെ അടുത്ത് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഇത്രയും മൃദുലമായ ഒരു ഹൃദയം, ധൈര്യശാലിയാണ്, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും, ബുദ്ധിശാലിയും കൂടിയാണ്. എന്റെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും കട്ട് ചെയ്യരുതേ ഹണി. നീ എന്തിനു ടെൻഷൻ അടിക്കുന്നു ഹണി? നിന്റെ സമയം തുടങ്ങി. സംശയമുണ്ടോ? കിറ്റിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അവളുടെ ബുദ്ധി അവളുടെ നിയന്ത്രണത്തിലല്ല. മണ്ട, മരമണ്ട, നന്ദി കെട്ടവനെ, വൃത്തി കെട്ടവനെ. കിറ്റി നിന്നെ എത്രമാത്രം പ്രശംസിച്ചു, എന്നിട്ട് നീ പറയുന്നു അവളുടെ ബുദ്ധി. എന്തിനാ തല്ലിയത്? എന്നെ നീ എന്തിനാ നുള്ളിയേ? ഞാനപ്പോ നുള്ളി. ഇവൻ വെറുതെ നുണ പറയാ. നീ എന്തിനാ എന്നെ ചവിട്ടിയത്? ഞാനെപ്പോഴാ നിന്നെ ചവിട്ടിയത്? നിനക്കെന്താ വട്ടുപിടിച്ചിരിക്കുകയാണോ? അതെ, ഇവന് വട്ടായതാ. ഞാനിവനെ നുള്ളിന്നാ ഇവൻ എന്നോട് പറഞ്ഞത്. എടോ, സോഫയിൽ ആരാടാ സൂചി വെച്ചത്? എവിടെയാണ് സൂചി? ഇവിടെ സൂചിയൊന്നുമില്ല. എന്റെ തല പൊട്ടി. എന്നെ ഈ സൂചി കുത്തി. ഇല്ലാത്ത സൂചി എങ്ങനെ ഇവനെ കുത്തുന്നത്? ആരാടാ എന്നെ അടിച്ചത്? എടാ, എന്റെ വാലിന്ന് വിട്. ഇതെന്ത് തമാശയാണ് ഹണി? വിടാനാ പറഞ്ഞത്. വിട്. ഇതെന്ത് കളിയാണ്? ഇത് കളിയല്ല, സീരിയസ് ആയ കാര്യമാണ്. സംശയമുണ്ടോ? നീ തന്നെത്താനെ കറങ്ങായിരുന്നു തോത്താർ. എന്റെ ദേഹത്താണെങ്കിൽ സൂചിയും കുത്തി. ഇവൻ ആരെ അടിച്ചു? ഇവിടെ എന്താ നടക്കുന്നത്? ഇത് എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതല്ല, വേറെ ആരോ നമ്മളെ വട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെയ്യുകയാണ്. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ വിടൂ, എന്നെ വിടൂ, രക്ഷിക്കൂ. അച്ഛന്റെ ഓർമ്മ വരുന്നു. അദ്ദേഹം എന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ചുറ്റി കാണിക്കുമായിരുന്നു. എത്ര നന്നായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. ഇത്രയൊക്കെ ആയിട്ട് സിനിമയിൽ നിന്ന് എനിക്കൊരു ഓഫർ പോലും വന്നില്ലല്ലോ. ഞാൻ തന്നെ ഫോൺ ചെയ്ത് ചോദിക്കാം. ഓ, വേറെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ വിളിച്ചു നോക്കാം. ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആക്ടിംഗ് തന്നെ മറന്നു പോകും. എന്റെ ആക്ടിംഗ് പ്രാക്ടീസ് ഞാൻ തന്നെ ചെയ്തേ പറ്റൂ.
കിട്ടാത്ത കടം എല്ലാവരും വേണ്ടാന്ന് വെക്കുന്നു. പറ കിറ്റി, നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അടികൈ. കൈയടിക്കാം, അതല്ലേ സാർ പ്രതീക്ഷിക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ ക്ലാപ്പ് അടിച്ചതിന്റെ അവസ്ഥ എന്താകുമെന്ന്? എപ്പോ നോക്കിയാലും താങ്കളുടെ കവിത, താങ്കളുടെ ക്ലാപ്പടി, താങ്കളുടെ ജോലി. ഇത്രയും സ്വാർത്ഥനായല്ലേ നിങ്ങൾ? വീട് പണിയാൻ ആദ്യം അടിക്കണം കുറ്റി. കിറ്റി, നിനക്ക് എന്ത് പറ്റി? അടികൈ. നല്ല പെർഫ്യൂം അടിച്ചാൽ വരും സുഗന്ധം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീട്ടിലേക്ക് സ്വാഗതം. അടികൈ. നീ ബണ്ണിയാണ്. അയ്യോ എന്റെ അമ്മേ. പണി വന്ന് വീണതിനാൽ എന്റെ ശരീരം മുഴുവൻ പരിക്ക്. ഞാൻ ആരാണെന്ന് അറിയില്ല, കാണിച്ചു തരാം നിനക്ക്. അടികൈ. നീ എന്തായി കാണിക്കുന്നത്? മാഡം, ഞാൻ ക്ലാപ്പ് അടിച്ചോണ്ടിരിക്കുക. കണ്ണാ സാറിന്റെ മുഖം എന്റെ കൈകളുടെ നടുക്ക് വന്നു, അത്രേ ഉള്ളൂ. വരൂ, നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാം. തോത്താർ പ്ലേറ്റ് തരൂ. നീ എന്താ കാണിക്കുന്നേ? വേഗം വെള്ളം എടുക്ക്. ഞാൻ കൊണ്ടുവരാം. ഇതെന്ത് വൃത്തിയോടെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളല്ല ചെയ്യുന്നത്, അറിയാതെ സംഭവിക്കുന്നതാ. കിറ്റി, ഇതൊന്നും ഞങ്ങൾ അറിയാതെ സംഭവിക്കുക. കുറച്ചു നേരം മുമ്പേ തോത്താറിനെ ആരോ വാലി പിടിച്ചു വലിച്ചു. എന്നെയും ബണ്ണിയെയും ഒരു സൂചി കുത്തിക്കൊണ്ടേയിരുന്നു. ആക്സിഡന്റ്, രക്ഷിക്കൂ, ആക്സിഡന്റ് ആയി, രക്ഷിക്കൂ. എന്ത് മനുഷ്യനാ? സുന്ദരിയും സുമുഖയും ശാലീന സുന്ദരിയുമായ ഞങ്ങളെ കണ്ടാൽ നിനക്ക് എങ്ങനെ നിൽക്കാൻ തോന്നുന്നു? കൊച്ചളിയ, ആ സുന്ദരി പൂച്ചകൾ എവിടെ? മരമണ്ട, അത് നമ്മളല്ലേ. നമ്മളാണ് പെൺപൂച്ചകളായി മാറിയിരിക്കുന്നേ. എന്താ സംഭവിച്ചത്? എന്റെ കാല് മുറിഞ്ഞു. എന്റെ എല്ല് പൊട്ടി, ദേഹം മൊത്തം ചതഞ്ഞു, കണ്ണുകൾ മങ്ങി മങ്ങി കാണുന്നു. ഓ ഗോഡ്, കിഡ്നിക്ക് ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ബ്രെയിൻ ഇല്ലാത്തത് ഭാഗ്യം, അതുകൊണ്ട് ഡാമേജ് ഒന്നും ഉണ്ടായി കാണില്ല. അത്രയ്ക്കൊന്നും പറ്റിയില്ല. എന്റെ കാല് ഒന്ന് ഉളുക്കി, അത്രേ ഉള്ളൂ. ഇവന്റെ ഇടത് കാലിലുളുക്ക്, ഇവന്റെ വലത് കാലിലുളുക്ക്, ഇവന്റെ വലത് കൈയിലുളുക്ക്, എനിക്ക് ഇടത് കൈ. എന്റെ പൈസ. എടാ തെമ്മാടികളെ, ഒന്നിങ്ങോട്ട് നോക്കൂ. ഈ കിറ്റുള്ളവരെ നിങ്ങളുടെ തെമ്മാടിത്തരങ്ങളൊന്നും നടക്കില്ല. ചേച്ചി, 10 സമൂസയ്ക്ക് മോളിൽ കഴിച്ചു, എന്നിട്ട് ഒരു പൈസ പോലും തന്നില്ല. ഒരു പാവപ്പെട്ടവൻ രക്തം വീർത്തുണ്ടാക്കിയ ഓരോ കാശും അവന് കൊടുത്തേ മതിയാകൂ. ഇവിടെ ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്കാം. എപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. ഇനി ആക്ഷൻ നടക്കേണ്ടതേ ബാക്കിയുള്ളൂ. ഞാൻ ആംബുലൻസ് കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് പോകണമെങ്കിൽ ആംബുലൻസ് കൊണ്ടുവരേണ്ടി വരും.
സതീഷ് എന്താണ് നടക്കുന്നത് ഇവിടെ? ഞങ്ങളെ രക്ഷിക്കൂ, ഇവൾ ഞങ്ങളെ തള്ളുകയാണ്. നീ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. വന്നത് ഇതുപോലത്തെ കള്ളന്മാരെ രക്ഷിക്കുന്ന മഹാൻ ഇവരെ കയ്യിൽ നിന്ന് എത്ര വാങ്ങിച്ചെന്നല്ലേ വിറ്റത്? ചിലരുടെ പൈസക്ക് പോലെ വിമാരുടെ അടുത്ത് വില പോകാതെ ഇൻസ്പെക്ടർ, എന്റെ ഈ ന്യായത്തിന്റെ ശബ്ദത്തെ നിന്നെ കൊണ്ട് തടയാനാവില്ല. കുറ്റകൃത്യങ്ങൾ എവിടെ കണ്ടാലും കത്തിച്ച് ചാമ്പലാക്കും ഞാനൊരു കൊടുങ്കാറ്റാണ്, ഞാനൊരു അഗ്നിപർവ്വതമാണ്. ഇനി ഈ നഗരത്തിൽ കള്ളന്മാരോ ഗുണ്ടകളോ ഗാങ്സ്റ്റേഴ്സോ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സ്ത്രീയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഗുണ്ടകളെ സഹായിക്കുന്ന ഇൻസ്പെക്ടർ ഞങ്ങൾ ഒരു കൈ നോക്കാം. ആഹാ ശരിയാക്കട്ടെ കാര്യം. അല്ല, നിങ്ങളൊക്കെ എന്തേ ചെയ്യുന്നത്? അദ്ദേഹത്തെ വിടൂ. അയ്യോ, വെളുക്കാൻ തച്ചത് പാണ്ടായല്ലോ. അവൾ ശരിക്കും വട്ടിന്റെ വക്കത്താണ്. ഉടനെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾ കിറ്റിയെ വീട്ടിൽ കൊണ്ടുപോകാം. നീ ഉടനെ പോയി ഡോക്ടർ ബാലുവിനെ വിളിച്ചോണ്ട് വാ. ഓക്കേ. പാണ്ഡെ സാർ, വേഗം പൊക്കോളൂ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എല്ലാം ശരിയാവും കിട്ടി. ഞങ്ങൾ ഡോക്ടർ ബാലുവിനെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാലു, എനിക്ക് വട്ടൊന്നുമില്ല. ഒക്കടാ ഇവിടെ. ഇവര് കുതിരയെ വിഴുങ്ങിയിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. സംശയമുണ്ടോ? ഈ ശബ്ദം എവിടെ നിന്നാണ്? ജോർദാർ എവിടെ? ഹണി, ഒരു വ്യത്യസ്തമായ ശബ്ദം വരുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അത് ബണ്ണിയിൽ നിന്നാ. തണുപ്പിൽ അവന്റെ പല്ലുകൾ കൂട്ടിയിടിച്ചുള്ള കിറ്റ്കിറ്റ് ശബ്ദമാണത്. പല്ല് കിട്ട് കിട്ടുന്ന അടിച്ചാൽ അത് കിട്ട് കിട്ടുന്ന സൗണ്ട് വരും. പക്ഷെ ഇത് ടിക് ടിക് എന്നല്ലേ വരുന്നത്. എന്നാ അത് തലകുത്തനെ അടിക്കുന്നതായിരിക്കും. അപ്പൊ ടിക് ടിക് എന്നല്ലേ വരിക. ഞാനാണ് കൊച്ചളിയാ. എടാ, പാതിരാത്രി നിനക്ക് ഉറക്കം വരില്ലേ? എനിക്ക് പേടിയാവുന്നു. ടിക് ടിക് എന്നൊരു ശബ്ദം കേൾക്കുന്നു. ഓ, ഒരു ശബ്ദവും ഇല്ലടേ. ഈ ശബ്ദം എവിടെന്നാ? അല്ലേ ഞാനും പറയുന്നത്. കുറെ നേരമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. ജോർദാറിനെയും കാണാനില്ല. ബണ്ണി, സൗണ്ട് വീണ്ടും വരുന്നു. എനിക്കും ചെവി കേൾക്കാം. ഈ ശബ്ദം അകത്തുനിന്നാ കേൾക്കുന്നത്. ഏതിന്റെ അകത്തുനിന്നാ? വീട്ടിന്റെ അകത്തുനിന്നാ. ആരുടെ വീടിന്റെ അകത്തുനിന്ന്? എടാ മണ്ടൂസേ, ഇത് നമ്മുടെ വീട്ടിന്റെ അകത്തുനിന്നല്ലേ കേൾക്കുന്ന, പിന്നെ എവിടെന്നാ കേൾക്കുന്നത്? വരൂ പോയി നോക്കാം. പ്രേതാണെങ്കിൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? മോഷണവും ആയിക്കൂടെ? പ്രേതം എന്തിനാ മോഷ്ടിക്കുന്നേ? ആ ശബ്ദം സ്റ്റോർ റൂമിൽ നിന്നാ വരുന്നത്. ഞാൻ പോയി നോക്കാം. കൊച്ചളിയാ, അതാ കണ്ടോ പ്രേതം. ആ പ്രേതം, പ്രേതം. പ്രേതം, പ്രേതം, ഈ പ്രേതം എന്തിനാ പ്രേതം പ്രേതം എന്ന് നിലവിളിക്കുന്നത്? പ്രേതം, പ്രേതം. എന്താ ചെയ്യുന്നത്? ദേഹത്ത് കൊള്ളും. സംശയമുണ്ടോ? ഭൂതം പോപ്പട്ടിനെ പോലെ സംസാരിക്കുന്നു. എടാ, ഞാൻ പോപ്പറ്റ് തന്നെയാണ്. ഒറ്റയടി കാതിൽ വെച്ച് വന്നാലുണ്ടല്ലോ. എന്തിനാ പേടിപ്പിച്ചേ? എടോ, പ്രേതത്തെ കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചിരിക്കുക. നോക്കൂ, ഈ പ്രേതം ഭൂതവും ഈ ലോകത്തെ ഇല്ല. ശബ്ദം വരുന്നില്ലല്ലോ, പിന്നെന്തിനാ നീ കിടന്ന് നിലവിളിക്കുന്നേ? എടാ, നീ വായ നിൽക്കുന്നേ, അങ്ങോട്ട് മാറി നിൽക്കേ. ആ
ആദ്യം ഒരു പ്രേതം വന്ന് ഞങ്ങളെ പേടിപ്പിച്ചു, ഇപ്പൊ നീ വന്ന് ഞങ്ങളെ പേടിപ്പിക്കുന്നോടാ. എടാ ഭൂതവും പ്രേതവും ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പ്രേതത്തെ കാണാൻ കഴിയില്ല. സംശയമുണ്ടോ? കാണാൻ പറ്റുന്നേ. ഒരു ദിവസം മനഃശാന്തിക്ക് വേണ്ടി ഞാനൊരു പഴയ ബംഗ്ലാവിലേക്ക് പോയി. അവിടെ പെട്ടെന്ന് അർദ്ധരാത്രി വിളക്കുകളെല്ലാം അണയുകയും എരിയുകയും ചെയ്തു. ഞാൻ എന്നോടൊന്ന് സംസാരിച്ചു, പേടിക്കണ്ട, വയറിങ്ങിൽ വല്ല മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന്. പക്ഷെ പെട്ടെന്ന് കതകുകൾ തുറന്നു. പിന്നെ 2 തലയുള്ള ഒരു ഭൂതം കയ്യിൽ റാന്തലുമായി അകത്തേക്ക് വന്നു. 2 തലയുള്ള പ്രേതം എവിടെയെങ്കിലും ഉണ്ടാവൂടാ. ഒരുപാട് സംസാരിക്കണ്ട കേട്ടോ. 8 കാലുള്ള നിങ്ങൾക്ക് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവുമ്പോ 2 തലയുള്ള പ്രേതങ്ങൾ ഉണ്ടാവാൻ പാടില്ലേ? പിന്നെ എന്ത് സംഭവിച്ചു പറ. ഞാൻ പേടിച്ചു വായിന്ന് പെട്ടെന്ന് തന്നെ സോഫയുടെ അടിയിൽ പോയി ഒളിച്ചു. അത് പോയിക്കൊണ്ടിരുന്നു. ഈ സ്റ്റോർ റൂമിൽ എല്ലാവരും കൂടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സോർദാർ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, ഇവിടെ വീട്ടില് പ്രേതമുണ്ട്. ഇത് പ്രേതത്തിന്റെ ശബ്ദമൊന്നുമല്ല, അതുതാ ഇവൻ നടക്കുമ്പോഴുള്ള ശബ്ദമാ. ഇവന്റെ നഖം വളർന്നു, അതുകൊണ്ടാ നടക്കുമ്പോ ടിക് ടിക്ക് ശബ്ദം വരുന്നേ. എന്റെ ഉറക്കം മൊത്തം കളഞ്ഞു അല്ലേ? നിന്റെ നഖം മുഴുവനും മുറിക്കേണ്ടിയിരിക്കുന്നു. വേണ്ടെന്നോ? വെട്ടാൻ പറഞ്ഞ വെട്ടണം, അത്ര തന്നെ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. നീ പറയുന്ന കേക്ക്. നഖം വളർന്നു പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പറയുന്ന കേക്ക്. ഇവര് നഖങ്ങൾ മുറിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കിറ്റിയുടെ അടുത്തേക്കാ പോകുന്നത്. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇതെന്താ വൈകിയത് സണ്ണി? എന്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കാണ്. അതൊരു ദുഃഖകരമായ ന്യൂസ് ആണല്ലോ. നീ ഇപ്പോ സണ്ണിയാണ്. ദുഃഖകരമെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഡാൻസ് കളിക്കാണ്. ഞാനല്ല ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്. നോക്കൂ സണ്ണി, ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിരിക്കാണ്. അപ്സെറ്റ് ആയിരിക്കുമ്പോ നീ ഡാൻസ് കളിക്കാനോ? എന്നെ ഇക്ലി മുട്ടുകയാണ്. സോറി, എന്നോട് ക്ഷമിക്കേ. നിനക്ക് ശരിക്കും മട്ടു പിടിച്ചിരിക്കാണ്. എനിക്ക് നിന്നെ കൂടെ ഒരിടത്തേക്ക് വരണ്ട. ഞാൻ എന്തായി കാണിച്ചു കൂട്ടിയതാ? ഇതൊക്കെ വെറും തുടക്കം മാത്രം. ഇനി കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. കാർ സ്റ്റാർട്ട്. എന്താ ഇതൊക്കെ? പണി അങ്ങനെ ചെയ്യരുത്, അവൻ താഴെ വീഴും. ഞാൻ അങ്ങനെ വീഴാൻ സമ്മതിക്കില്ല, പേടിക്കണ്ട. ബണ്ണി ബണ്ണി, അതാ എതിരെ ഒരു ട്രക്ക് വരുന്നുണ്ട്. എവിടെ ട്രക്ക്? റോഡ് കാലിയായിരിക്കാണല്ലോ. നമ്മുടെ അല്ല, അവന്റെ ബൈക്കിന്റെ എതിരെ. നേരെ ഇരുന്നോ. ഇതെന്താ സംഭവിക്കുന്നത്? എങ്ങനെയാ സംഭവിക്കുന്നത്? ആരെങ്കിലും എന്റെ ടെഡിബിയറിനെ എടുത്തിട്ടുണ്ടാകുമോ? വരൂ, ഇനി ഇവന് അവസാനത്തെ പാഠം പഠിപ്പിക്കാം.